ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. പവി കെയർടേക്കർ ദിലീപിന്റെ പുതിയ സിനിമ. ആരാ ഇത് പവിയാ ചവിയോ? സംവിധാനം ചെയ്തിരിക്കുന്നത് നടൻ വിനീത് കുമാർ. വിനീത് കുമാറിന്റെ തൊട്ടു മുമ്പത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. തിയേറ്ററിക്കലി അത്ര വലിയ സക്സസ്ഫുൾ അല്ലാത്തൊരു സിനിമയാണ്. എന്നാൽ പോലും OTT ഇറങ്ങിയപ്പോൾ ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആണെന്ന് പറഞ്ഞാൽ, യൂത്തിന് നന്നായിട്ട് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ടോവിനോ, ബേസിൽ, ദർശന രാജേന്ദ്രൻ തുടങ്ങിയ ആൾക്കാരൊക്കെ അഭിനയിച്ച നല്ലൊരു സിനിമയാണെന്നുള്ള അഭിപ്രായമുള്ള സിനിമയാണ്. കണ്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി. അപ്പം മൂപ്പര് ദിലീപിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, നല്ലതാവാൻ വഴിയുണ്ടല്ലോ. കാരണം ദിലീപ് ഒരിക്കലും ഒരു മോശം നടനമൊന്നുമല്ലല്ലോ. അപ്പോൾ നന്നായിരിക്കാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് ചെറിയൊരു മങ്ങലൊക്കെ ഏറ്റുണ്ടായി. എന്നാലും ഒരു പക്ഷേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ ഈ സിനിമയുടെ പ്രൊഡ്യൂസറേ ദിലീപ് തന്നെയായിരുന്നു. അതിൻ്റെ എല്ലാ കുഴപ്പവും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പ്രൊഡ്യൂസറുടെ സ്വാതന്ത്ര്യം ദിലീപ് ഈ സിനിമയിൽ ഉപയോഗിച്ചോ എന്നൊരു സംശയം. ഒരു പക്ഷേ എൻ്റെ സംശയമായിരിക്കും. പക്ഷേ സിനിമ കണ്ടു നോക്കിയാൽ എൻ്റെ സംശയം അസ്ഥാനത്തല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഈ പറക്കും തളിക എന്ന് പറഞ്ഞ സിനിമയിൽ ഈ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ കയറി ദിലീപ് ഹരിശ്രേഷോവിന് വേണ്ടി പാത്രങ്ങളും കൈ കിട്ടിയതൊക്കെ എറിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു കോമഡി സീനുണ്ട്. ആ സീൻ ഇപ്പോൾ കണ്ടാലും നമ്മൾ ചിരിക്കും. അത് അങ്ങനെ ഒരു പ്ലേസ്മെൻ്റാണ് ആ സീനിന് സിനിമയ്ക്ക് ഉള്ളത്. ഇതിൽ അങ്ങനെ ഒരു സീനുണ്ട്. ഇതിൽ ദിലീപിൻ്റെ കൂടെ വേറെ ക്യാരക്ടേഴ്സൊന്നും ഇല്ല. ദിലീപ് ഒറ്റയ്ക്കാണ് ആ സീൻ ക്യാരി ചെയ്യണത്. ആ സീൻ ഈ സിനിമയിൽ എന്തിനായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. ആ സീൻ ഈ സിനിമയിൽ ഇല്ലെങ്കിലും ആ സിനിമയ്ക്ക് ഒരു കുഴപ്പവും പറ്റില്ല. ഒരു പക്ഷേ ഇല്ലായിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി നന്നായിരുന്നെന്ന് തോന്നി. അങ്ങനെ ഉള്ള കുറച്ച് സീനുകൾ ഈ സിനിമയിലുണ്ട്. അങ്ങനത്തെ സീനുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഞാനത് പറയാൻ കാരണം ഈ സിനിമയ്ക്ക് നല്ലൊരു തീമുണ്ട്. ഇതിൻ്റെ കഥ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ ഇതൊരു നല്ല സിനിമയാവാൻ സാധ്യതയുള്ള ഒരു ത്രെഡായിരുന്നു. ഒരു മിഡ് ലൈഫ് ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു മലയാളി യുവാവ്, അതായത് ഇപ്പോൾ ഒരു 35-നും 45-നും ഇടയിൽ പ്രായമുള്ള ഒരാൾ, കല്യാണം കഴിച്ചിട്ടില്ല, പ്രാരാബ്ദങ്ങളൊക്കെ എടുത്ത് ഓടി നടക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളുടെ ലൈഫ് എന്തായിരിക്കും? അയാൾ സമൂഹം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ടായിരിക്കും? അങ്ങേര് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? അങ്ങേരുടെ ഒരു ലവ് ലൈഫ് എന്തായിരിക്കും? അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഡൈനാമിക്സ് എന്തായിരിക്കും? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്കോപ്പുള്ള, നല്ലൊരു ഹാർട്ട് വാമിങ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കാനുള്ള ഒരു സ്കോപ്പുള്ള സിനിമയായിരുന്നു ഇത്. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. അതിനവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പഴയ വിൻറ്റേജ് ദിലീപ് കോമഡികൾ കൊണ്ടുവരതിൽ നോക്കിയിട്ടുണ്ട്. കോമഡികളും മൂപ്പര് പണ്ടത്തെ സിനിമയിൽ അങ്ങേര് ചെയ്ത് വർക്കാക്കിയ കോപ്രായങ്ങളും. അന്ന് ആ സിനിമയിൽ അത് കാണുമ്പോൾ, ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, സിനിമ എന്താണെന്ന് നമുക്കറിയാം. അതേ സാധനങ്ങൾ ഇന്നത്തെ കാലത്തെ സിനിമയിൽ എന്തിനാണ് ഫോഴ്സ് ചെയ്ത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? നമ്മൾ എത്ര നല്ല സിനിമകൾ കാണുന്നു. നമ്മൾക്ക് കോമഡി സിനിമകൾ വേണം. പക്ഷെ ഇന്നത്തെ കാലത്ത് കോമഡി വർക്കാകുന്ന രീതികൾ വേറെയാണ്, അത് എഴുതേണ്ട വിധം വേറെയാണ്. ഈ പണ്ടത്തെ ടൈപ്പ് ഓഫ് സാധനം ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും വർക്കാക്കിക്കാൻ നോക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഈ സിനിമയിൽ നടന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീനുകൾ ഈ സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ക്രിപ്റ്റിൽ കോംപ്രമൈസ് വരെ നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ. അപ്പോൾ മേ ബി എൻ്റെ തോന്നലായിരിക്കാം. നിങ്ങളും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയും. ഇത് ബാൻഡ്ര പോലത്തെ ഒരു പട്ടിക്കൂറ പടമല്ലാന്നേ ഉള്ളൂ. ഇത് അത്ര കിടിലം പടാന്ന് എനിക്ക് തോന്നിയില്ല. കണ്ടു തീർക്കാൻ നല്ല പണിയുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന പല രംഗങ്ങളുണ്ട്. അതുപോലെ ചിരിക്കാൻ പറ്റുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ പീര പോലെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇട്ട കാരണം സിനിമയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നമുക്ക് നല്ലൊരു അനുഭവം നല്ല തരണേ. ഇതിലൊരു നായ്ക്കുട്ടി ഉണ്ട്. അവനെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചേക്കണതൊക്കെ അടിപൊളിയുണ്ട്. കാരണം അത് പുൾ ഓഫ് ചെയ്യാൻ എളുപ്പമില്ല. കാരണം ആ നായ സിനിമയിലത്തെ ഒരു പ്രധാന കഥാപാത്രമാണ്. അതിനെ അഭിനയിപ്പിച്ചെടുക്കാനൊക്കെ നല്ല പണിയാണ്. അപ്പം നല്ല എഫർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇവർ ഈ സിനിമ ചെയ്യാൻ. പക്ഷേ ആ എഫർട്ട് സ്ക്രിപ്റ്റിലും കൂടി കാണണമായിരുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റിക്ക്, ഒരു ഔട്ട്പുട്ടിൽ അത് കാണാൻ വേണ്ടിയുള്ള എഫർട്ട് ബാക്കി എല്ലാത്തിലും കൂടി വരണമായിരുന്നു. അതൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഇതിൽ ജോണി ആൻ്റണി ഉണ്ട്, അതുപോലെ രാധിക ശരത് കുമാർ ഉണ്ട്, പിന്നെ കുറച്ച് പുതിയ താരങ്ങളുള്ള കുറച്ച് പെൺകുട്ടികൾ ഈ സിനിമയിൽ ദിലീപിൻ്റെ നായികമാരാന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ സസ്പെൻസൊക്കെ ഉണ്ട്, ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പ്രഡിക്റ്റബിളും ആണ്. പ്രഡിക്റ്റബിൾ ആയതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ കൊള്ളണമല്ലോ. അങ്ങനെ കണക്ട് ചെയ്യുന്ന യാതൊന്നും സിനിമയിലുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ് ഇർഫാൻ ഖാനും നവാസുദ്ദീൻ സിദ്ദിഖിയൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു. ഒരു 10-12 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അത് കാണുമ്പോൾ നമുക്ക് വൺ ഫീലിംഗ് ആണ്. ആ ലഞ്ച് ബോക്സിലത്തെ ചില എലമെൻറ്റ്സ് ഒക്കെ ഈ സിനിമയിലുണ്ട്. ആ ടൈപ്പ് ഓഫ് ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ഒക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവരണതല്ല പ്രശ്നം. അത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്കോപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതൊന്നും വർക്കായിട്ടില്ല. ഈ ദിലീപ് എന്ന് പറയുന്ന നടന് ആക്ച്വലി ഫീൽഡ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് മൂപ്പര് സിനിമ ചെയ്യുന്നതെങ്കിൽ
ഇങ്ങനത്തെ സിനിമകൾ ചെയ്താൽ ആൾ പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവും. മൂപ്പർക്ക് ഒരു കംബാക്കൊക്കെ നടത്തണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് നല്ല സ്ക്രിപ്റ്റൊക്കെ ഒന്ന് പഠിച്ച് ഇപ്പോഴത്തെ സിനിമയുടെ ഡൈനാമിക്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ ഹാസ്യം എങ്ങനെയാണ് വർക്കാകുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സിനിമ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. കാരണം മൂപ്പര് ഒരു പൊട്ട നടനൊന്നുമല്ല, നല്ല ക്യാപ്പബിലിറ്റിയുള്ള ഒരു ആക്ടർ തന്നെയാണ്. ഇവിടെ തിരിച്ചറിവ് നടത്തണമെങ്കിൽ മൂപ്പരുടെ ഫ്ലേവർ ഓഫ് കോമഡി നമ്മളിലേക്ക് ഫോഴ്സ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഈ സിനിമയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എവിടെയോ പണ്ട് കണ്ടു മറന്നൊരു ദിലീപിനെ കൊണ്ടുവരാനുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറത്തേക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മൂപ്പർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സിനിമ കാണണ്ട എന്നൊന്നും ഞാൻ പറയണില്ല, കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്തിരുന്ന കുറച്ച് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതിലത്തെ കോമഡികളൊക്കെ കാണുമ്പോൾ. ഈ വെക്കേഷനൊക്കെ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികളെ കൊണ്ടുവരുന്ന ആ ഒരു തരം ഓഡിയൻസ് ഉണ്ടല്ലോ, അതിലെ എല്ലാവരില്ല, അതിലെ കുഞ്ഞു കുട്ടികൾ ഇതിലത്തെ ചില സീനുകളൊക്കെ കണ്ടിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ മാത്രമാണ് തിയേറ്ററിൽ ചിരിക്കണത് കണ്ടത്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ചില പോർഷൻസിൽ എനിക്കും ചിരി വന്ന, അല്ലെങ്കിൽ കൂട്ടത്തിൽ എല്ലാവർക്കും ചിരി വന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ സിനിമ അത്രയ്ക്ക് സുഖകരമായിട്ട് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. കാണണ്ടെന്ന് ഞാൻ പറയില്ല, ദിലീപിൻ്റെ സിനിമയാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് വരാം, കാണാം.